അനന്തപുരിയുടെ വാതായനങ്ങൾ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും ചേർന്നുകൊണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ചേർന്നുകൊണ്ട് ഒരു ഏതാണ്ട് ക്രിക്കറ്റ് കളി സമാനമായ രീതിയിൽ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങൾ മറുഭാഗത്ത് ഏത് വിധേനയും LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പരാജയത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ വാതായനങ്ങൾ തുറന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ വാതായനങ്ങൾ തുറക്കാൻ ഞങ്ങൾ പ്രസ്ഥാനം കരുത്തരാണ് എന്ന് തെളിയിക്കുന്ന വരാൻ പോകുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുന്നു. അല്ല, പ്രൈം മിനിസ്റ്റർ ഓരോ തവണയും കേരളത്തിൽ നിന്നു വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും വരുന്ന വരവിൽ ഓരോ പദ്ധതികളും നമുക്ക് നൽകിയിട്ടുണ്ട് ആണ്. അപ്പൊ ഇന്നത്തെ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യക്രമങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുന്ന ഒരാളാണ്. അതായത് ഒരു സ്ഥലത്ത് വരുന്നു, ആ സ്ഥലത്ത് ഗവൺമെന്റ് ആവശ്യങ്ങൾ കേൾക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ കേൾക്കുന്നു, പ്രതിപക്ഷം ശക്തമാകുമ്പോൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ജാതിക്കും രാഷ്ട്രീയത്തിനും കക്ഷിക്കും അതീതമായിട്ടുള്ള ഒരു വികസനത്തിന്റെ മേഖലയായി ഈ കേരളത്തിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓരോ വരവിലും അദ്ദേഹം കേരളത്തെ നോക്കിക്കാണുന്നു. കൂടുതൽ കൂടുതൽ പദ്ധതിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. അത് ആകമാനമുള്ളതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിനും ഉണ്ടാകും. രാഷ്ട്രീയമായിട്ട് തന്നെ അല്ല, നോക്കൂ, ഇത് ഇപ്പോൾ നമ്മൾ ഒരു അല്പസമയത്തിന് ശേഷം പ്രൈം മിനിസ്റ്ററുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇതിനു മുൻപും വന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയല്ല ഉത്തരം കിട്ടിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. നമുക്ക് നല്ല ഒരു അഗ്രികൾച്ചർ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, എന്നാൽ ഇവിടെ നിന്ന് അഗ്രികൾച്ചറിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് പോലും കൊടുക്കുന്നില്ല. നമുക്ക് ടൂറിസത്തിന് അതിപ്രഗത്ഭനായിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, സഹമന്ത്രിയായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപിയെ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എനർജറ്റിക് ആയിട്ട് വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ ടൂറിസത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റും കൊടുക്കാനോ ചർച്ചയ്ക്കോ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തമിഴ്നാടിനെ പോലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ രാഷ്ട്രീയം എന്തോ ആകട്ടെ, വികസനത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വികസനം ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലൂടെ ആയിരിക്കണം ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകേണ്ടത്. അത് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. ശ്രീമാൻ സജി ചെറിയാൻ്റെ പ്രസ്താവനകൾ, അതിൻ്റെ മറുപടികൾ, ഇതൊക്കെയാണ് കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ, അതായത് യുണൈറ്റഡ് ഫ്രണ്ടിൽ മുസ്ലിം ലീഗിനെ കൂടെ ഇരുത്തിക്കൊണ്ട് മലപ്പുറം ജില്ല വിഭജിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം മുസ്ലിം ലീഗിനെ ഒരുമിച്ച് ചേർത്തുകയും പിന്നീട് 1980-കൾക്ക് ശേഷം INL-നെ, മുസ്ലിം ലീഗിനെ തീവ്രതയുള്ള INL-നെ മടിയിലിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്തും കൂടെ ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള UDF മറുഭാഗത്തു നിന്നുകൊണ്ട് ഈ കേരളത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കണമെന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJPക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ് എന്നുള്ളതാണ്. പറഞ്ഞു സെക്രട്ടേറിയറ്റിന്റെ വാതായനങ്ങൾ തുറക്കാതെ ഇനി രക്ഷതാണ് പോവുകയാണ്. എല്ലാ മേഖലകളിലും കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവുമുള്ള നമ്മുടെ ചെറുപ്പക്കാരികളും അങ്ങനെയുള്ള കേരളത്തിൽ ഒന്നുമില്ലായി പോകുന്നത് മനുഷ്യ ഇവിടെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ടൂറിസ്റ്റ് സാധ്യത, നമുക്ക് അഡ്വഞ്ചർ ടൂറിസ്റ്റ് നടത്താൻ സാധിക്കുന്നില്ല, നമുക്ക് സ്പിരിച്വൽ നടത്താൻ സാധിക്കില്ല, നമുക്ക് നീണ്ട കാലമുണ്ട്, ജോലിയുണ്ട്, ചെയ്യാൻ ആരോഗ്യമുള്ള ദൃഢഗാത്രരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്, അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരിക്കലില്ല, വിദ്യാസമ്പന്നകളുണ്ട്. ഇന്ന് 3 ദിവസത്തിലൊരിക്കൽ ഒരു സർവകലാശാലയ്ക്ക് തുറക്കല്ലിടുന്ന നമ്മുടെ രാജ്യം അതിവേഗതയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ വാഴക്കുലയും ചങ്ങമ്പുഴയും തിരിച്ചറിയാത്തവർക്ക് ഡോക്ടറേറ്റും, അതുപോലെ തന്നെ പഠനത്തിൻ്റെ മികവ് പുലർത്താത്തവർക്ക് പഠിക്കാതെ സർട്ടിഫിക്കറ്റും കിട്ടുന്ന ഒരു നാടായി കേരളം മാറുന്നത് മുൻ ഗവർണർ പോലും ചർച്ച ചെയ്ത ഒരു നാട്ടിലാണ് ദുഃഖത്തോടുകൂടി നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിനെ നോക്കിക്കാണുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ചോദിച്ചു വാങ്ങണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്.
എടുക്കില്ലല്ലോ. മുൻകൈ എടുക്കാത്തത് കൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ പറഞ്ഞു സോണിയ ഗാന്ധിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. എന്നാൽ ശ്രീമാൻ കടകംപള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്താണ്? കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കസ്റ്റഡിയിലെടുക്കാത്തത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലങ്കൈയായി പ്രവർത്തിച്ചിട്ടുള്ള കടകംപള്ളി സോണിയാഗാന്ധിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിലേക്കുള്ള ദൂരം. കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് SIT മതി എന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തലയും പറയുന്നത്. CBI അന്വേഷണത്തിന് തയ്യാറാകാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കില്ല എന്ന് നമുക്കറിയാം. തയ്യാറായില്ലെങ്കിൽ 2026 കനത്ത ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ ഗവൺമെൻറ്റിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പ്രത്യാഘാതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഗുണകരമായി കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.